നമസ്കാരം. നഗരം ദീപാവലി ആഘോഷ തിമിർപ്പിൽ മുങ്ങിയിരിക്കെ അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തം മലയാളികളെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശി പൂജയുടെ ഭർത്താവ് സുന്ദർ ബാലകൃഷ്ണന്റെ മകൾ വേദികയുടെ മരണവാർത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഞെട്ടിച്ചിരിക്കുകയാണ്. സുന്ദർ ബാലകൃഷ്ണനും പൂജയും ഒരേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്ന അദ്ദേഹം പുതിയ സംരംഭം ആരംഭിക്കാനിരിക്കുകയായിരുന്നു. സ്പൈസർ ഇന്ത്യയിലെ ലീഗൽ അഡ്വൈസറായ പൂജ കമ്പനി ആവശ്യത്തിന് ഹൈദരാബാദിൽ പോയി മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് ഈ ദുരന്തമുണ്ടായത്. സ്കൂൾ അവധിയുടെ സന്തോഷത്തിലായിരുന്നു വേദിക. ദീപാവലി ആഘോഷം മൂർധന്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വാഷി സെക്ടർ 14 രഹേജ റെസിഡൻസിയുടെ 10ാം നിലയിൽ തിങ്കളാഴ്ച രാത്രി തീപിടുത്തമുണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ തീ മുകളിലേക്ക് പടർന്നു. 12ാം നിലയിലായിരുന്നു പൂജയും കുടുംബവും താമസിച്ചിരുന്നത്. കട്ടിയായ പുക പടർന്നതോടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഇവർ വീടിനകത്ത് കുടുങ്ങി. പുക ശ്വസിച്ചാണ് മൂവരും മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. മലയാളി സംഘടനാ നേതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും വിവരം പറഞ്ഞ് ഓടിയെത്തി. ഇവരുടെ ദുരന്ത വാർത്തയ്ക്ക് പിന്നാലെ കമോട്ടയിലും കെട്ടിടത്തിന് തീപിടിച്ച് അമ്മയും മകളും മരിച്ചതും ആഘാതം വർദ്ധിപ്പിച്ചു. സുന്ദർ ബാലകൃഷ്ണനും പൂജയും വേദികയ്ക്കും സുഹൃത്തുക്കളും ബന്ധുക്കൾക്കും മലയാളി സംഘടനാ പ്രതിനിധികളും ചേർന്ന് വിട നൽകി. തുർബി ശ്മശാനത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങൾ. നോർക്ക റൂട്ട്സും പ്രണാമം അർപ്പിച്ചു. നവി മുംബൈയിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ചിറയൻകീഴ് സ്വദേശികളായ ദമ്പതിമാരും ഇവരുടെ 6 വയസ്സുള്ള മകളുമാണ് മരിച്ചത്. ഇത് നാടിനെ ദുഃഖത്തിലാഴ്ത്തി. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ ചിറയൻകീഴ് ആൽത്തറമൂട് നന്ദനത്തിൽ രാജന്റെയും വിജയകുമാരിയുടെയും മകൾ പൂജ, ഭർത്താവ് തമിഴ്നാട് സ്വദേശി സുന്ദർ ബാലകൃഷ്ണൻ, 6 വയസ്സുള്ള മകൾ വേദിക സുന്ദർ ബാലകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ രാജിന്റെയും വിജയകുമാറിന്റെയും ബന്ധുക്കൾക്ക് വിതുമ്പലടക്കാനായില്ല. മുംബൈയിൽ നിന്ന് ഫോൺ സന്ദേശം വന്നതോടെയാണ് സംഭവം ബന്ധുക്കളും നാട്ടുകാരും അറിയുന്നത്. ചിറയൻകീഴ് സ്വദേശികളായ രാജനും ഭാര്യ വിജയകുമാരിയും വർഷങ്ങളായി മുംബൈയിലാണ് താമസം. ഇടയ്ക്കിടെ നാട്ടിൽ വന്നുപോകുന്ന ഇവർ കഴിഞ്ഞ ഓണം ആഘോഷിക്കാൻ നാട്ടിലെത്തിയിരുന്നു. ശാർക്കര മീനഭരണി ഉത്സവത്തിനും മുടക്കം കൂടാതെ പങ്കെടുത്തിരുന്നു. സൈന്യത്തിൽ നിന്ന് വിരമിച്ച രാജൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ മുംബൈയിലെ സ്ഥിരതാമസമാക്കി. മക്കളുടെ ജനനം നാട്ടിലായിരുന്നുവെങ്കിലും വളർന്നതും പഠിച്ചതും മുംബൈയിൽ തന്നെ. രാജന് മകളായ പൂജയെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട്. മകൻ ജീവന്റെ ഫ്ളാറ്റിലാണ് രാജനും ഭാര്യയും താമസിക്കുന്നത്. മകളും ഭർത്താവും കുട്ടിയും താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത്. വാഹന ടയർ മൊത്ത വിതരണ ബിസിനസ് നടത്തുകയാണിവർ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നവി മുംബൈയിൽ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. മൃതദേഹങ്ങൾ പാതികത്തിയ നിലയിലായിരുന്നുവെന്നും സുന്ദറിന്റെയും കുടുംബത്തിന്റെയും മരണകാരണം പുക ശ്വസിച്ചതാകാമെന്നുമാണ് ദുരന്തമുണ്ടായ പാർപ്പിട സമുച്ചയത്തിന് സമീപം താമസിക്കുന്ന മലയാളികൾ പറയുന്നത്. പൂജയുടെ വീട്ടുകാരാണ് ആദ്യം ദുരന്ത സ്ഥലത്തേക്ക് എത്തിയത്. മൃതശരീരങ്ങൾ മുറിയിൽ കിടക്കുന്ന നിലയിലായിരുന്നു. ഫ്ളാറ്റിലാകെ പുക നിറഞ്ഞിരിക്കുകയായിരുന്നുവെന്നും ഒരു സമീപവാസി പറയുന്നു. മുംബൈയിലെ മലയാളി വ്യവസായ സമൂഹത്തിലെ പ്രമുഖരിൽ ഒരാളാണ് പൂജയുടെ ഭർത്താവ് രാജൻ. 3 ദശകത്തിലേറെയായി മുംബൈയിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് 2 ടയർ ഷോപ്പുകളുണ്ട്. പൂജയും സുന്ദറും അടുത്തിടെയാണ് വാഷിയിലുള്ള രഹേജ റെസിഡൻസിയിലെ 3 ബെഡ്റൂം ഫ്ളാറ്റിലേക്ക് മാറിയത്. കെട്ടിടത്തിന്റെ 10ാം നിലയിലാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് രാജന്റെ സുഹൃത്തും നവി മുംബൈയിലെ വ്യാപാരിയുമായ രാജു പറയുന്നു. സുന്ദറും കുടുംബവും 12ാം നിലയിലായിരുന്നു. തീ പെട്ടെന്ന് തന്നെ മുകൾ നിലയിലേക്ക് പടർന്നു. ഓരോ നിലയിലും 3 ഫ്ളാറ്റുകൾ വീതമാണുള്ളത്. തീ പടർന്നതോടെ താമസക്കാരിലേറെയും രക്ഷപ്പെട്ടു. സുന്ദറും വയോധികയും മാത്രമാണ് കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയതെന്നാണ് രാജു പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടന്ന വാഷി മുനിസിപ്പാലിറ്റി ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ മലയാളി അസോസിയേഷൻ അംഗങ്ങളിൽ മിക്കവരും എത്തിയിരുന്നു. അവരെല്ലാം തിങ്കളാഴ്ച സുന്ദറിന്റെ ഫ്ളാറ്റിൽ ദീപാവലി ആഘോഷത്തിനെത്തിയവരായിരുന്നു. രാത്രി 11:30 വരെ അവർ അവിടെ ഉണ്ടായിരുന്നു. രാജൻ സാറും കുടുംബവും അടുത്തു തന്നെയാണ് താമസിക്കുന്നത്. അർദ്ധരാത്രിയോടെയാണ് അവർ മടങ്ങിപ്പോയത്. തീപിടുത്തമുണ്ടായപ്പോൾ തന്നെ അവരെ അറിയിച്ചിരുന്നുവെന്നും രാജു പറഞ്ഞു. അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായതെന്നും അത് പടർന്നതും മരണങ്ങൾ പുലർച്ചെയോടെയാണ് സ്ഥിരീകരിച്ചത്. സുന്ദറിന്റെ കുടുംബത്തിന് ദാരുണ മരണം മുംബൈയിലെ മലയാളി സമൂഹത്തെയാകെ ഞെട്ടിച്ചു എന്നാണ് മുംബൈ നിവാസിയും ശ്രീനാരായണ മന്ദിര സമിതി അംഗവുമായ ബാലൻ പണിക്കർ പറഞ്ഞത്. ഇത് തീർത്തും ദുഃഖകരമായ സംഭവമാണ്. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് ആഘോഷത്തിന്റേതായിരുന്നു. ഇന്ന് അവധിയായിരുന്നു. ഞങ്ങൾ ഉണർന്നത് ഈ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണെന്ന് പണിക്കർ പറഞ്ഞു. 3 ജീവനെടുത്ത തീപിടുത്തത്തിന് ശേഷം അപ്പാർട്ട്മെന്റിന്റെ ഉൾഭാഗത്തിന്റെ ചിത്രങ്ങളടക്കം വീഡിയോകളും പുറത്തു വന്നതാണ്. തീ വിഴുങ്ങാതെ ബാക്കിയാക്കിയ ചില ഫോട്ടോകളിൽ സുന്ദറിനും പൂജയ്ക്കും ഒപ്പമുള്ള വേദികയുടെ ചില ചിത്രങ്ങൾ തീ വിഴുങ്ങാതെ ബാക്കിയാക്കിയിരിക്കുന്നു. അവയിൽ കരിയും പുകയും പുരണ്ടിട്ടുണ്ട്. ഫർണിച്ചറുകൾ കത്തിയമർന്ന് കരിക്കട്ടകളായി. നിലത്ത് തീയിൽ കത്തിപ്പോയ തുണികളുടെയും മറ്റും അവശിഷ്ടങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. കനത്ത ചൂടിൽ ഭിത്തിയിൽ പെയിന്റിങ്ങുകൾ ഇളകിപ്പോയി. മുറികളിലെല്ലാം പുകയും കരിയും പിടിച്ചിരിക്കുകയാണ്.